ദേവഗുരു ബൃഹസ്പതി, അതായത് വ്യാഴഗ്രഹം രാശി പരിവർത്തനം ചെയ്യുന്നു. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. ഓരോ രാശിക്കാരിലും ഇതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ ഏത് വിധത്തിലായിരിക്കും എന്ന് നോക്കാം. 8 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വളരെ മഹത്വപൂർണ്ണമായ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു രാശി പരിവർത്തനമാണ് നടക്കുന്നത്. വ്യാഴഗ്രഹം ഈ വർഷം 3 രാശികളിൽ രാശി പരിവർത്തനം ചെയ്യും. മെയ് 14 വരെ ഇടവൻ രാശിയിലായിരുന്നു. മെയ് 15-ാം തീയതി ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. ഈ വ്യാഴഗ്രഹം 15 മെയ് മുതൽ മിഥുനം രാശിയിൽ അതിചാരി ഗുരുവായിട്ട്, അതായത് വളരെ തീവ്ര വേഗതയിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ തീവ്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴഗ്രഹം ഒക്ടോബർ 19-ന് കർക്കടകൻ രാശിയിൽ പ്രവേശിക്കും. എന്നാൽ ഒക്ടോബർ 19-ന് കർക്കടകൻ രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴഗ്രഹം വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. വക്രഗതിയിൽ പുറകോട്ട് സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം അതിചാരിയായി മിഥുനം രാശിയെ ക്രോസ് ചെയ്യും. ബൃഹസ്പതിയുടെ, അതായത് വ്യാഴഗ്രഹത്തിൻ്റെ അതിചാരിയാകുന്നത് നല്ലൊരു ലക്ഷണമല്ല. വ്യാഴഗ്രഹം അതിചാരി ഗുരുവാകുന്നത് ഭൂമിയിൽ പലയിടത്തും പലവിധ പ്രശ്നങ്ങൾക്കും ബഹളങ്ങൾക്കും ഒക്കെ കാരണമാകും. 14 മെയ് മുതലുള്ള ഈ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം വരാൻ പോകുന്ന 8 വർഷക്കാലത്തേക്ക് മുഴുവൻ ലോകത്തിനും വലിയ വലിയ പരിവർത്തനങ്ങൾ, അതായത് വലിയ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തും. പോസിറ്റീവിനേക്കാൾ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും കൂടുതലായി ഉണ്ടാവുക. വ്യാഴഗ്രഹം അതിചാരി ബൃഹസ്പതി ആയത് വളരെ നിസ്സാരമായിരിക്കില്ല. മുഴുവൻ ലോകത്തെയും ഇളക്കി മറിച്ചേക്കാം. പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും ശല്യങ്ങളും ഒക്കെ ഉണ്ടാകും. പലയിടത്തും പലവിധ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അത് അശാന്തിക്ക് കാരണമാകുകയും ചെയ്യും. കാലാവസ്ഥയിൽ ഇപ്പോഴുള്ളതിലും കൂടുതൽ മാറ്റങ്ങൾ വരികയും എല്ലാ രാജ്യങ്ങളിലുമുള്ള സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരും. രോഗങ്ങളാൽ ദുരിതപ്പെടും. പുതിയ പുതിയ രോഗങ്ങൾ രൂപം കൊള്ളും. എന്നാൽ അതിനുള്ള ചികിത്സാവിധിയും കണ്ടെത്തും. ഈശ്വരചിന്തയൊക്കെ കൂടി വരും. വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റവും അതിചാരി ഗുരുവായതുമാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം. 2025 മെയ് 14 മുതൽ 8 വർഷക്കാലത്തേക്ക് മുഴുവൻ മാനവരാശിയെയും ദേശവിദേശത്തെയും ബാധിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.